നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം തിരുവാതിര നക്ഷത്രത്തെ കുറിച്ചാണ്. തിരുവാതിര നക്ഷത്രക്കാരുടെ 2026 വർഷം ജൂൺ 1 മുതൽ ജൂൺ 15 വരെയുള്ള ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഈ ഫലങ്ങളെക്കാൾ ഉപരി തിരുവാതിര നക്ഷത്രക്കാർ ഈ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും എല്ലാം കൈവന്നു ചേരുമെന്ന് കൂടിയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇത് തിരുവാതിര നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച ഏതൊരാൾക്കും ഇത് സ്വീകരിക്കാവുന്ന ഫലമാണ്. തിരുവാതിര നക്ഷത്രക്കാർ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദാമ്പത്തിക ജീവിതത്തിലെ ചില താളപ്പിഴകള് നിങ്ങൾ പരസ്പരം പറഞ്ഞ് സംസാരിച്ചു തീർത്തില്ല എങ്കിൽ ദാമ്പത്തിക ജീവിതത്തില് വലിയൊരു പ്രശ്നം ഉടലെടുക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് വേർപിരിയാനൊക്കെയുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ വേറിട്ട് താമസിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, അത് സംസാരിച്ചു തീർത്ത് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നതാണ്. കൂടാതെ നിങ്ങൾ നനച്ചിരിക്കാതെയുള്ള ചെലവുകളൊക്കെ വർദ്ധിക്കുന്നതാണ്. ചെലവുകൾക്ക് ഒരു നിയന്ത്രണം നിങ്ങൾ ഏർപ്പെടുത്തേണ്ടതാണ്. വരവിനേക്കാൾ കൂടുതൽ ചെലവാകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കൊക്കെ ചെറിയ അലസതയൊക്കെ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഉപരിപഠനത്തിനൊക്കെ ചേരുവാൻ പറ്റിയ ഒരു സമയമാണ്. എന്നിരുന്നാലും വിദ്യാർത്ഥികൾ അവരുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങള്, കാര്യങ്ങൾ കൊണ്ടൊക്കെ നിങ്ങൾ മാനസികമായിട്ട് വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുണ്ടാവാൻ പാടില്ല. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ്. എന്നിരുന്നാൽ മാത്രമേ ഭാവിയിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു സമയം കൊണ്ടുവന്ന് എത്തിക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾ ആരോഗ്യകാര്യത്തിലൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ചില അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് കാലമായിട്ട് അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുമിത്രാദികളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ബന്ധുക്കളുടെയും മറ്റുള്ളവരുടെയും ശത്രുത സമ്പാദിക്കുന്ന രീതിയിലുള്ള ചില സംസാരങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മാറ്റിവെച്ച് അവരുമായിട്ട് സൗഹൃദത്തിലായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ചില ഗൂഢശാസ്ത്രത്തിലും ദുഷ്പ്രവൃത്തിയിലുമൊക്കെ നിങ്ങൾക്ക് താല്പര്യം ജനിക്കുന്ന ഒരു സമയമാണ്. ഇത് അത്ര നല്ല കാര്യമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ ലാഭം ഉണ്ടാവുമെങ്കിലും അത് പിന്നീട് നിങ്ങൾക്ക് തന്നെ ദോഷമായി ഭവിക്കുന്ന ചില കാര്യങ്ങളായിട്ട് വന്ന് ഭവിക്കുന്നതാണ്. ബന്ധുക്കളെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് സന്നദ്ധരായി വരുമ്പോഴും നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളുടെ ചില വാക്കുകളൊക്കെ അവരെ വിഷമിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെ വാക്കുകളൊക്കെ അവരെ വിഷമിപ്പിക്കുക. അവർ വീണ്ടും തിരികെ പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഭവനത്തിലുള്ളവരുടെ വാക്കുകൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വിവാഹമാകാതിരുന്നവരുടെ വിവാഹകാര്യമൊക്കെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. പ്രണയകാര്യത്തിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്നുണ്ട്. നിങ്ങളുടെ വാക്കുകൾ മൂലം ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. തിരുവാതിര നക്ഷത്രക്കാർ ഈ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ പകുതി ശത്രുത മാറിക്കിട്ടുന്നതാണ്. നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവരെ വളരെയധികം വേദനിപ്പിക്കുന്നതും ഇഷ്ടപ്പെടാത്തതുമായിട്ട് മാറുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ യാത്രാവേളകളും ഒന്ന് ശ്രദ്ധിക്കുക. ചില കാര്യങ്ങളൊക്കെ, ചില വസ്തുവകകളൊക്കെ മോഷണം പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഈ തിരുവാതിര നക്ഷത്രക്കാരുടെ ജൂൺ പകുതിയുള്ള ഫലം എടുക്കുകയാണെങ്കിൽ അത്ര നല്ല ഫലമല്ല. താരകാസ്ഥിതിയൊക്കെ കർമ്മസ്ഥാനത്ത് അത്ര നല്ല രീതിയിലല്ല സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ഈ സമയത്ത് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ഇത് അന്യമതസ്ഥരാണ് കാണുന്നതെങ്കിൽ അവരവരുടെ ദൈവത്തിലും മതത്തിലും പൂജിച്ച് മുന്നോട്ട് പോകുക. ഇത് തിരുവാതിര നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. ഇത് നിങ്ങളുടെ ജന്മസമയമനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഇതിൽ ഉണ്ടാവാമെങ്കിലും പൊതുവായിട്ടുള്ള ഫലം ആയതുകൊണ്ട് തന്നെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ഇത് വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.